नमस्ते। फोकस अकादमी के हिंदी ऑनलाइन कक्षा की ओर स्वागत। ठीक है ना? സുഖം തന്നെയല്ലേ? 10ാം ക്ലാസ്സിലെ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്റർ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് മലയാളം മീഡിയത്തിലെ കുട്ടികളുമുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബീർ ബഹൂട്ടി എന്ന കഥയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ഉള്ളത്. എന്താണ് ബീർ ബഹൂട്ടി എന്ന് പറയാം? ബീർ ബഹൂട്ടി എ സ്മോൾ ക്രീച്ചർ, ഒരു ചെറിയ ജീവിയാണ്. ചോട്ട ജീവൻ, ഒരു ചെറിയ ജീവിയാണ്. ഈ കഥ, ഇത് ബീർ ബഹൂട്ടി എന്നതൊരു കഥയാണ്. കഹാനി, ഇതൊരു കഥയാണ്. ഇത് എഴുതിയിട്ടുള്ളത് പ്രഭാജിയാണ്. अपने हाथों में किताब है तो പന്ന സംഖ്യ 14. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ പേജ് നമ്പർ 14 ഒന്ന് എടുത്തു നോക്കിയാൽ 14ാമത്തെ പേജിൽ ആരെപ്പറ്റി എഴുതിയിട്ടുണ്ട്? ഇത് എഴുതിയ കവിയെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുകയാണ്. പ്രഭാജിയാണ് ഈ കഥ എഴുതിയത്, പ്രഭാജിയാണ്. യുവ കവി प्रभात का जन्म राजस्थान के करौली में सन 1962 में हुआ. യുവ കവിയായ പ്രഭാത്ജി രാജസ്ഥാനിലെ കരൗലി എന്ന സ്ഥലത്ത് സൻ 1962 1972 ജനിച്ചത്. ബീർ ബഹൂട്ടി എന്ന കഥ എഴുതിയ ലേഖകൻ ആരാണ്? പ്രഭാത്ജിയാണ്. അദ്ദേഹം ജനിച്ചത് രാജസ്ഥാനിലെ കരൗലി എന്ന സ്ഥലത്ത്. എപ്പോഴാണ്? കബ് 1972 1972 ആ കവി ഹോനെ സാത്ത് സാത്ത് അദ്ദേഹം എക് കവി ഹോനെ സാത്ത് സാത്ത്, ഒരു കവി എന്നതോടൊപ്പം തന്നെ, സാത്ത് സാത്ത് അതിനോടൊപ്പം തന്നെ, എക് കവി ഹോനെ സാത്ത് സാത്ത് അദ്ദേഹം ഒരു കവിയാണ്. അതോടൊപ്പം തന്നെ എക് കഹാനികാർ ഭി ഹെ, ഒരു സ്റ്റോറി റൈറ്റർ കൂടിയാണ്. മീനിങ് കഹാനികാർ, ഒരു സ്റ്റോറി റൈറ്റർ അല്ലേ, ഒരു കഥാകാരൻ കൂടിയാണ്. കവിയാണ്, അതോടൊപ്പം ആര് കൂടിയാണ്? ഒരു കഥാകാരൻ കൂടിയാണ്. കാസി ബായി പാനി കി ഗാഡിയോ മേ ചൂസ്താ രഹാ ജാതാ രഹാ ആദ്യ ആപ്കി പ്രമുഖ രചനായി ഹെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ ചില രചനകളെ സംബന്ധിച്ച് കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകള്? കാസി ബായി പാനി കി ഗാഡിയോ മേ ചൂസ്താ രഹാ ജാതാ രഹാ ആദി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായ രചനകൾ. ഇനി നമുക്ക് ബീർ ബഹൂട്ടി എന്ന കഥയിലേക്ക് കടക്കാം. ബീർ ബഹൂട്ടി ഇക്കായി ഏക്കാണ്. ഇതാണ് ഇക്കായി ഏക്ക് എന്ന യൂണിറ്റ് നമ്പർ 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബീർ ബഹൂട്ടി. 2 കുട്ടികളുടെ കഥയാണ്. ഇവിടെ 2 കുട്ടികളെ സംബന്ധിച്ച് അവരെ കാണിക്കുന്നുണ്ട്. ആ മിത്രതയുടെ ഒരു കഥയാണ് ഇത്. മിത്രത, സൗഹൃദം. മിത്രത എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൂട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേകമായ ഒരു സങ്കടമൊക്കെയുള്ള അവസ്ഥയാവില്ല. ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററും എന്തിനെ സംബന്ധിച്ച് തന്നെയാണ്? മിത്രതയെ അല്ലെങ്കിൽ സൗഹൃദത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. അതിനകത്ത് 4 വരികളിൽ പ്യാർ ബാരിഷ് കി പഹലി ബൂന്തോ മേ ഹേ എന്ന് പറയുന്നത്. സ്നേഹം എന്നത് മഴയുടെ ആദ്യ ഡ്രോപ്സിൽ, മഴ ആദ്യ മഴത്തുള്ളികളിൽ ഒരു സ്നേഹം കാണപ്പെടുന്നു. പ്യാർ ഫുലോം കി ഖുശ്ബൂ മേ ഹേ, സ്നേഹം പൂക്കളുടെ സുഗന്ധത്തിലുണ്ട്. പ്യാർ ഢൽത്തെ സൂരജ് കി കിരണോ മേ ഹേ, അസ്തമയ സൂര്യന്റെ രശ്മികളിലും ഏത് കാണപ്പെടുന്നു? സ്നേഹം കാണപ്പെടുന്നു. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേ ഹേ, ഓരോ പുതിയ ദിനത്തിന്റെ പ്രതീക്ഷയിലും, ഉമ്മീദാണ്, എക്സ്പെക്ടേഷനാണ്, ആ പ്രതീക്ഷയിലും ഏത് കാണപ്പെടുന്നു? സ്നേഹം എന്ന പദവി കാണപ്പെടുന്നു. അതുപോലെ മിത്രത എന്നത് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു കഥയാണ്. നമുക്ക് ബീർ ബഹൂട്ടി എന്ന ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കാം. ബീർ ബഹൂട്ടിയുടെ ആ ഫസ്റ്റ് പാരഗ്രാഫ് പഹലെ ഏക് ഖണ്ഡ് മേ വാചൻ കരോഗി, ധ്യാൻ സെ സുനേ ആ ദേഖോ. നന്നായി ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ മീനിങ്ങുകൾ മനസ്സിലായെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയറി എഴുതണമെങ്കിലും ലെറ്റർ എഴുതണമെങ്കിലും ഒക്കെ അതിൻ്റെ മീനിങ്ങുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ പഠിക്കാൻ സാധിക്കുള്ളൂ. ടെക്സ്റ്റ് കയ്യിലുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ പ്രിന്റ് കോപ്പി എടുത്തവർ വളരെ നന്നായിട്ട് ആ പേപ്പർ കൂടി വെച്ചിട്ട് അതിൻ്റെ മീനിങ് എഴുതിയിടാൻ ശ്രമിക്കുക. പല ഏക്ക് ഖണ്ഡ് മേ വാചൻ കരുതി. ആദ്യം ഞാനൊരു പാരഗ്രാഫ് വായിക്കാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे.
मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे। खेतों में छोटा छोटा बाजरा उगा था। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी। फर्स्ट പേരെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. बादल बहुत बरस लिए थे. What's the meaning? बादल. बादल means cloud, മേഘം. बहुत बरस लिए थे. നന്നായിട്ട് മഴ പെയ്തിരുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഹെവി റെയിൻ ആയിരുന്നു, നല്ല മഴ പെയ്തിരുന്നു. ബാദൽ ബഹുത് ബരസ് ലിയേ थे. ബരസ്ന മീൻസ് ടു ഫോളിങ്, റെയിൻ ഫോളിങ് ആണ്. നന്നായിട്ട് മഴ പെയ്തിരുന്നു. ഫിർ ബി എന്നിട്ടും ബഹുത് സാരാ പാനി, ധാരാളം മഴ പെയ്തിരുന്നു എങ്കിലും, ഫിർ ബി എങ്കിലും बहुत सारा पानी. What is the meaning? बहुत सारा, a lot of, अल्ले बहुत सारा पानी means a lot of water. ധാരാളം വെള്ളം. ഉന്മേം അതിൽ, കിന്മേം ഏതിലാണ്? ഉന്മേം means അതിൽ, ഏതില്? കിന്മേം ഏതിലാണ്? ആ മേഘങ്ങളിൽ. ബാദൽ means മേഘം, ആ മേഘങ്ങളില് ബച്ചാ ഹുവാ ഥാ ശേഷിച്ചിരുന്നു. ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മഴ പെയ്തു കഴിഞ്ഞിട്ടും ആ മേഘങ്ങളില് വെള്ളം ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? തങ്ങി നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഇനിയും ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. വേ വേ എന്ന് ഉദ്ദേശിച്ച അവർ. ആരാണ് ഈ അവർ? ഈ മേഘങ്ങളില്, അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവ, ഈ മേഘങ്ങളില് ഖേത്തവും ജംഗലവും के ऊपर छाए हुए थे. ഈ വെള്ളവുമായിട്ട് നിറഞ്ഞു നിന്ന മേഘങ്ങളുണ്ടല്ലോ, ഈ മേഘങ്ങൾ ഖേത്തോ, ഖേത്തം എന്ന് പറഞ്ഞാല് ഫീൽഡ്, വയലുകളിലും ജംഗലോം കെ ഊപ്പർ കാടുകൾക്ക് മുകളിലുമായിട്ട്, ജംഗൽ മീൻസ് ഫോറസ്റ്റ്, വയലുകളുടെയും കാടുകളുടെയും മുകളിലായിട്ട് അങ്ങനെ ഛായേ ഹുയേത്, സ്പ്രെഡ് ചെയ്ത് കിടക്കുക, അങ്ങനെ പരന്ന് കിടക്കാം. മഴ ഇപ്പൊ പെയ്തിട്ടുണ്ടായിരുന്നു, ആ മഴ പെയ്തു കഴിഞ്ഞിട്ടും നിറഞ്ഞ മേഘങ്ങൾ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ മേഘങ്ങള് വീണ്ടും ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ആ വയലുകളുടെയും അതുപോലെ തന്നെ കാടുകളുടെയും മുകളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. സാരാ ആകാശ്, സാരാ മീൻസ് പൂര, മുഴുവൻ ആകാശം, ആകാശം മുഴുവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? മേഘവും സേ ഭരാത, മേഘങ്ങളെ കൊണ്ട് ഫുൾഫിൽ ആയിരിക്കാം. മേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആകാശത്തേക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഒരു വെള്ള നിറം പോലും അവിടെ കാണുന്നില്ല, ഒരു വെള്ളയുടെ നിറം പോലും അവിടെ കാണപ്പെടാതെ ആകെ എന്തായിരിക്കുകയാണ്? കറുത്തിരുണ്ട മേഘങ്ങൾ അങ്ങനെ പോവുക. അപ്പൊ ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടും ആ മേഘങ്ങളൊക്കെ ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുമായിട്ട് ആകാശം നിറയെ എന്ത് കാണപ്പെട്ടു? മേഘങ്ങൾ. സാരാ ആകാശ്, ആകാശം മുഴുവൻ മേഘവും സേ ഭരാത, മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘവും കി ഛായാവുമേ, ഈ മേഘങ്ങളിൽ മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ തണലാണ് താഴത്ത്, അതിന്റെ ഷാഡോസ് ആണ്. ഛായ മീൻസ് ഷാഡോസ്, അതിന്റെ തണലുകൾ. ആ മേഘങ്ങളുടെ നിഴലില് ഗീലി ഹവായും, വെറ്റ് വിൻസ് ആണ്. ഗീലി മീൻസ് വെറ്റ്, നനഞ്ഞ. ഹവ മീൻസ് വിൻഡാണ്. വെറ്റ് വിൻസ് അല്ലെങ്കിൽ ഈറൻ കാറ്റ്. നമ്മൾ ശരിക്കും മലയാളത്തിൽ അതിനെ എന്ത് പറയാം? ഈറൻ കാറ്റ് എന്ന് പറയാം. ഈറൻ കാറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു ഈർപ്പമുള്ള കാറ്റ്, നനവൂറിയ കാറ്റ്, മഴ പെയ്തിട്ടുണ്ടാവുന്ന കാറ്റുണ്ടല്ലോ, അതാണ് ഈറൻ കാറ്റ്. और सारा आकाश मेघों से भरा था, मेघों की छायाओं में, മേഘങ്ങളുടെ ആ തണലില് ഗീലി ഹവായും, ഈറൻ കാറ്റുകള്. ഇധർ ഉധർ, ഇധർ ഉധർ മീൻസ് ഹിയർ ആൻഡ് ദർ, ഇവിടെ അവിടേക്ക് ആയിട്ട്, അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ കുറെ ഇവിടെ ഉണ്ടായിരിക്കും, കുറെ അവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഘൂം റഹീതി, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാ? ഈറൻ കാറ്റ്. അപ്പൊ മഴയ്ക്ക് സാധ്യതയുള്ളിക്കൊണ്ട് ആ കാറ്റ് ഇങ്ങനെ ആകാശത്തില് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേടോം കെ തനെ, പേടോം കെ തനെ അബീബി ഗീലേതേന്നാണ്. മഴ പെയ്തു കഴിഞ്ഞിട്ട് പേടോം കെ തനെ, പേടെന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. പേടോം കെ തനെ, വലിയ മരങ്ങളാണെങ്കിൽ പിടിച്ചാലെത്താത്ത തായ്തടികളില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? തനെ എന്ന് പറയുന്നത്. പേടോം കെ തനെ, മരങ്ങളുടെ ആ തായ്തടികളുടെ തണ്ടുകള് അബീബി ഗീലേതേ, ഇപ്പോഴും എങ്ങനെയാണ്? ഗീലേതേ, വെറ്റ്, നനഞ്ഞു കാണപ്പെടുന്നു. ആ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞിരിക്കുക. കാരണം മഴ പെയ്തിട്ട് അതിന് വെയിൽ വീണ്ടും അറച്ചിട്ടില്ല, അല്ലെങ്കിൽ വെയിൽ ഉദിച്ചു കഴിഞ്ഞാലെങ്കിൽ അതിൻ്റെ ആ മഴയുടെ ആ ലക്ഷണങ്ങളെല്ലാം അതിന് പോകുള്ളൂ. പക്ഷെ ഈ മഴ പെയ്തു കഴിഞ്ഞിട്ട് മരങ്ങളൊക്കെ ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുക? നനഞ്ഞു തന്നെ കാണപ്പെടുന്നു. അബീബി ഗീലേതാണ്, ഇപ്പോഴും അവ എന്ത് കാണപ്പെട്ടു? നനഞ്ഞു തന്നെ കാണപ്പെട്ടു.
മൂങ്ഫലിയോ കെ ഹരേ ഗേത്തോ മേ. മൂങ്ഫലി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട് ആണ്. നിലക്കടല എന്ന് കേട്ടിട്ടില്ലേ? ഗ്രൗണ്ട് നട്ട്സ്, അതാണ് മൂങ്ഫലി. മൂങ്ഫലിയോ കെ ഹരേ ഗേത്തോ മേ. ഈ ഗ്രൗണ്ട് നട്ടിന്റെ അല്ലെങ്കിൽ നിലക്കടലയുടെ ഹരേ ഗേത്തോ മേ, പച്ച പിടിച്ച വയലുകളാണ്. നമ്മൾ ഇവിടുന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നിലക്കടലയുടെ പച്ച പിടിച്ച വയലുകളില് പീലേ ഫൂൾ. വാട്ട്സ് ദ മീനിങ് പീല? പീല മീൻസ് യെല്ലോ കളർ, മഞ്ഞ നിറമുള്ള ഫൂല്. ഫൂൽ മീൻസ് ഫ്ലവർ. യെല്ലോ കളർ, മഞ്ഞ നിറമുള്ള പൂക്കള്. ആ പൂക്കളൊക്കെ എപ്പോഴും നനഞ്ഞു കാണപ്പെടാം. മഴ പെയ്ത അടുത്ത ദിവസം നമ്മൾ രാവിലെ നീറ്റ് നോക്കുമ്പോൾ ഓരോ ചെടി, റോസാപ്പൂവിലൊക്കെയാണ് കാണാൻ, റോസാപ്പൂവിന്റെ ഇതിലുകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ചില നല്ല കൂർത്തിരിക്കുന്ന ഇലകളുടെ അറ്റത്തൊക്കെ ആണെങ്കിൽ വെള്ളത്തുള്ളി ഇങ്ങനെ താഴേക്ക് വന്ന് ഇറ്റാറായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ? അതുപോലെ ഈ പൂക്കളിലും ഫൂൾ അബീബീഗിലേത്, ഗ്രൗണ്ട് നട്ടിന്റെ അല്ലെങ്കിൽ നിലക്കടലയുടെ പൂക്കളുടെ നിറം എന്താന്നാ പറഞ്ഞത്? യെല്ലോ കളറാണ് അല്ലെ? പീലയാണ്. പീലേ ഫൂൾ, യെല്ലോ കളറിലെ പൂക്കളില് അബീബീഗിലേത്, അതിപ്പോഴും എങ്ങനെ കാണപ്പെട്ടു? നനഞ്ഞു കാണപ്പെട്ടു എന്ന് പറഞ്ഞു. അതിലിപ്പോഴും വെള്ളം തങ്ങി നിൽക്കുക. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ. പിന്നെ വയലുകളിലേക്ക് നോക്കിയപ്പോഴാ ചോട്ടാ ചോട്ടാ ബാജ്ര. ചോട്ട എന്താണ്? സ്മോൾ ആണ്, വളരെ ചെറിയ. ബാജ്ര, ബാജ്ര ചോളമാണ്. വളരെ ചെറിയ ചോളത്തിന്റെ തൈകള് ഉഗാദ. ഉഗാന ടു ഗ്രോ, അതിങ്ങനെ വളരുകയാണ്. ചെറിയ ചെടികൾ, മഴയൊക്കെ പെയ്തിട്ട് അതിന്റെ തണ്ടുകൾ ഇങ്ങനെ പുറത്തേക്ക് മുളപൊട്ടിയിട്ട് ചെറുതായി ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന തൈകളെയും കാണാം. അപ്പൊ ചോളത്തിന്റെ ചെടികൾ ഇങ്ങനെ നീളത്തില് മുളച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ബാജ്രാക്കെ ലംബേ പത്തലേ പാത്തോമേ. ഈ ചോളച്ചെടികൾ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ലംബേ പത്തലേ പാത്തോമേ. ലംബ, ലംബ മീൻസ് ലോങ്, നീളമുള്ള. പത്തലേ, മെലിഞ്ഞുള്ള, നീണ്ട ഇലകളാണ്. അതോടൊപ്പം നല്ല സ്കെലിറ്റനായിട്ട് മെലിഞ്ഞിട്ടില്ല. പാത്തോമേം, ഇലകളില് നീണ്ടു മെലിഞ്ഞ ഇലകളാണ്. നല്ല നെൽച്ചെടിയുടെ ഒക്കെ ഇലകൾ പോലെ അങ്ങനെ നീണ്ട് മെലിഞ്ഞിരിക്കുന്ന ആ ഇലകളില് പാനി കി ബൂന്തേം അടക്കി വീതി. റെയിൻ ഡ്രോപ്സ്, മഴ പെയ്തിട്ടുള്ള പാനി കി ബൂന്തേ മീൻസ് റെയിൻ ഡ്രോപ്സ് ആണ്. ആ മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴാറായിട്ട് നിൽക്കുന്നുണ്ട്. അടക്കി വീനി മീൻസ് ടു സ്റ്റേ എന്നാണ്. അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. രുക്കിന എന്ന് പറയും. അത് തങ്ങി നിൽക്കുകയാണ്. അതിങ്ങനെ വിടാറായിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ബാരിഷ് കി ഹവാമേം, ആ മഴയുടെ കാറ്റില്, ബാരിഷ് കി ഹവ, മഴയുടെ ആ മഴ കൊണ്ടുവന്നിരിക്കുന്ന ആ കാറ്റില്, ഗീലേ ഗേത്തോ, നനഞ്ഞിരിക്കുന്ന ആ വയലുകളിലും, ആ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ, മഴയുടെ പച്ചപ്പിന്റെ ആ സ്മെല്ല് കർഷകരൊക്കെ വളരെയധികം ഉന്മാദം ഉണ്ടാക്കുന്നതാണ്. ഏതെന്നാ പറയാ? ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് ആ കൃഷി സ്ഥലത്ത് കാണപ്പെടുന്ന ഹൃദ്യമായൊരു ഗന്ധം ഉണ്ടായിരിക്കും. ആ സുഗന്ധം അതെല്ലാവരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗന്ധമാണ്. പ്രത്യേകിച്ച് കർഷകന്റെ മനസ്സിനെ ആസ്വാദനത്തിലേക്ക് അവന്റെ ജീവിതത്തില് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ ഒന്നുകൂടി നീട്ടിക്കൊടുക്കുന്ന അമൃത വർഷിണിയാണ് ശരിക്കും പറഞ്ഞാൽ ആ മഴയിൽ നിന്ന് താഴേക്ക് വെള്ളം, മഴ താഴേക്ക് എത്തുമ്പോഴ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹൃദ്യമായ ആ ഗന്ധം. ആ ഗന്ധം അവിടെ നിന്നും വ്യാപിച്ചിരുന്നു എന്നാ പറയുന്നത്. ലേഖകൻ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ബീർബഹൂട്ടിയിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ പറഞ്ഞത്. എന്തെല്ലാമാണ് ഇതിൽ പറഞ്ഞത്? മേഘം, അല്ലെങ്കിൽ നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞിരുന്നു. ആ മഴ പെയ്തു കഴിഞ്ഞും ഒരുപാട് വെള്ളവുമായിട്ട് മേഘങ്ങൾ വീണ്ടും ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ആ വയലുകളിലും ആ കാടുകളുടെയൊക്കെ മുകളിലായിട്ട് ഇനിയും മഴയ്ക്ക് സാധ്യത സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തണലുകളെ താഴേക്ക് ആ നിഴലോടുകൂടി, അല്ലെങ്കിൽ ഇപ്പോഴും കറുത്തിരുണ്ടിരിക്കുന്ന ആകാശത്തിൻ്റെ നിറവുമായിട്ട് ഒരു വെള്ളവെട്ടം പോലും എവിടെയും കാണാനില്ലാതെ അത്രയും ഇരുണ്ട നിറത്തോടു കൂടിയ ഒരു ആകാശം മുകളിലുണ്ട്. അതുപോലെ ഭൂമിയും അങ്ങനെ കറുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ ആദ്യത്തെ ചിത്രം തന്നെ. അതിനകത്ത് ഇതിനെ കൂടി വർണ്ണിച്ചിട്ടുണ്ട്. നിലക്കടലയുടെ തോട്ടമുണ്ട്. ആ തോട്ടത്തില് ഏത് തരത്തിലുള്ള പൂക്കളാണ്? നിലക്കടലയുടെ പൂക്കളുടെ പ്രത്യേകത എന്താണ്? മഞ്ഞ നിറമാണ്, വളരെ ചെറിയതാണ്. അതൊക്കെ ഇപ്പോഴും നനഞ്ഞു തന്നെ കാണപ്പെടുന്നു. അതുപോലെ അതിനിടയില് ചോളം എന്ന ധാന്യത്തിന്റെ ചെടികളുണ്ട്. അവയുടെ ഇലകള് നീണ്ട മെലിഞ്ഞിരിക്കുന്നതാണ്. ആ മെലിഞ്ഞിരിക്കുന്ന ഇലകൾക്ക് താഴെ ഇലകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാറായിട്ട് കാണപ്പെടുന്നു. ഇനി ആ പച്ചപ്പിന്റെ ആ ഹൃദ്യമായ ഗന്ധം അവിടെ നിന്നും പരന്ന് വ്യാപിച്ചിട്ടുമുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് ഇതാണ്. ദെൻ സെക്കൻഡ് പാര ഞാൻ ഒരു തവണ വായിക്കാം. उन्हें बेर बहुटियों से मिलना होता था, सो
वे स्कूल के लिए घर से कुछ समय पहले निकल आते थे। कस्बे से सटे इन खेतों में बीरबहुटियां घोंचा करती थी। सुर्ख मुलायम गदबदी बीरबहुटियां धरती पर चलती फिरती घूम की प्यारी प्यारी बूंदे उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे। वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सट कर बीरबहुटियां घोंचते थे। उन्हें देखने के लिए वे बारिश की गंध भरी बुरी जमीन पर बैठ जाया करते थे। देखो, उन्हें बीरबहुटियों से मिलना होता था। അവർക്ക് പറഞ്ഞു നമ്മൾ രണ്ട് കുട്ടികളുടെ സൗഹൃദത്തിന്റെ കഥയാണ്. ആരാണ് അവരുടെ പേരൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ രണ്ട് കുട്ടികളുടെ സൗഹൃദത്തിന്റെ കഥയാണ് ഈ കഥയിൽ. ആ കഥാപാത്രങ്ങൾ അവർക്ക് ആർക്കായിരിക്കും ഇപ്പോ? ഈ രണ്ട് കുട്ടികൾക്ക് ബീർബഹൂട്ടിയോം സേ മിൽനാ ഹോതാ താ. ആരെ കാണണമായിരുന്നു? ബീർബഹൂട്ടിയെ. എന്താണ് ബീർബഹൂട്ടി എന്നറിയോ? മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് ബീർബഹൂട്ടി. എന്ന് പറയും പാടത്തൊക്കെ കാണാറുണ്ട് അധികം ചെടികളിലൊക്കെ. മഴവണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. മഴവണ്ടുകൾ എന്ന് പറയും. ഉനേം ബീർബഹൂട്ടിയോം സേ മിൽനാ ഹോതാ താ. ഇവർക്ക് ഈ ബീർബഹൂട്ടിയെ പെറുക്കണമായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഇന്നിപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഓരോ സ്ഥലത്തൊന്നും ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ തോട്ടിലാണെങ്കിലും പാടത്താണെങ്കിലും അങ്ങനെ ഇറങ്ങി പിടിച്ച് അവരുടെ കയ്യിൽ എന്തൊക്കെ കിട്ടപ്പെറുക്കാൻ പറ്റുമോ അതിനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ഈ കുട്ടികൾ എന്തിനെ ശേഖരിക്കാൻ വേണ്ടിയാണ്? ബീർബഹൂട്ടിയോം കോ. എന്താണ് ബീർബഹൂട്ടി എന്ന് പറഞ്ഞാൽ? മഴവണ്ടുകളാണ്. ബീർബഹൂട്ടിയോം സേ മിൽനാ ഹോതാ താ. ഇവർക്ക് എന്ത് ശേഖരിക്കണമായിരുന്നു? ബീർബഹൂട്ടിയെ ശേഖരിക്കണമായിരുന്നു. സോ ഇസ്ലിയെ, അതുകൊണ്ട്. സോ എന്ന് പറഞ്ഞാല് ഇസ്ലിയെ, അതുകൊണ്ട്. വേ അവർ ആരൊക്കെയാണ്? ഈ രണ്ട് കഥാപാത്രങ്ങൾ. സ്കൂൾ കേലിയെ ഘർ സേ, സ്കൂളിലേക്ക്. ഘർ സേ കുച്ച് സമയ പെഹലെ നികലാത്തെ थे. സ്കൂളിലേക്ക് അവർ പോകുന്നത് കുറച്ച് സമയം നേരത്തെയാക്കി. കുച്ച് സമയ പെഹലെ നികലാത്തെ थे ന, കുറച്ച് സമയം മുൻപേ തന്നെ. പെഹലെ മീൻസ് ബിഫോർ, മുൻപേ തന്നെ. നികൽ ആത്തെ थे, സ്റ്റാർട്ട് ചെയ്തു. പുറത്ത് നേരത്തെ തന്നെ അവരുടെ യാത്ര പുറപ്പെട്ടു. സാധാരണ നമുക്ക് 10 മണിക്കാണ് സ്കൂളിൽ ബെല്ലടിക്കുന്നതെങ്കിൽ 9:30 പുറപ്പെട്ടാൽ മതിയാവും. പക്ഷെ ഇവർ എപ്പോൾ തന്നെ പുറപ്പെട്ടു? 9 മണിക്ക് തന്നെ അവർ സ്കൂളിൽ നിന്ന് അവരെന്ത് ചെയ്തു? 9 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുകയാണ്. കുസമേ പെഹലെ നികലാത്തെ थे. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് കുറച്ച് സമയം നേരത്തെ തന്നെ പുറപ്പെട്ടു. കസ്ബെ സേ സटे इन खेतों में. കസ്ബ മീൻസ് ടൗൺ. ടൗണിനോട് സटे മീൻസ് ചേർന്ന്. ടൗണിനോട്, സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ടൗൺ ഉണ്ട്. ആ ടൗണിനോട് സटे ചേർന്നുള്ള ഇൻ ഖേത്തോ മേ ചേർന്ന് തന്നെ കാണപ്പെടുന്ന വയലുകളിൽ ബീർബഹൂട്ടിയോം ഖോജാ കർത്തേ थे. അവർക്ക് എന്തിനെ ശേഖരിക്കണമായിരുന്നു? ബീർബഹൂട്ടിയോം കോ. ഇവിടെ നിന്നാണ്? കസ്ബെ സേ സटे इन खेतों से. ഇവിടെ നിന്നാണ്? കസ്ബെ സേ സटे इन खेतों से. ടൗണിനോട് ചേർന്നുള്ള ഈ വയലുകളിൽ നിന്നാണ് അവരെന്തിനെ പെറുക്കിയെടുത്തിരുന്നത്? ബീർബഹൂട്ടി. അതിനുവേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നത്. സുർഖ് മുലായം ഗദ്ബദി ബീർബഹൂട്ടിയ. ഇനി എങ്ങനെയാണ് ഈ ബീർബഹൂട്ടിയുടെ സവിശേഷത അറിയണ്ടേ? എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന്? സുർഖ. വാട്ട് ഈസ് ദ മീനിങ്? സുർഖ. സുർഖ മീൻസ് റെഡ് കളർ. നല്ല ഡാർക്ക് ചുവപ്പ് കളറാണ്. സുർഖ റെഡ് കളർ, നല്ല ചുവപ്പാണ്. മുലായം ഗദ്ബദി ബീർബഹൂട്ടിയ. നല്ല മൃദുലമേറിയ മിനുസമുള്ളത്, അല്ലെ? മൃദുലമാണ്, മിനുസമേറിയ ബീർബഹൂട്ടിയ. നല്ല സോഫ്റ്റായ മിനുസമേറിയ ബീർബഹൂട്ടികളെ തൊട്ടാൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുകി പോകുന്ന തരത്തിലുള്ള ഈ ബീർബഹൂട്ടികളാണ്. അതിന്റെ നിറം എന്താന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ്, ചുവപ്പ് നിറമാണ്. പിന്നെ എങ്ങനെയുണ്ട് അവയെ കണ്ടാല്? ധർത്തി പർ. ധർത്തി എന്ന് പറഞ്ഞാല് ഭൂമിയാണ്. ധർത്തി പർ, ഭൂമിയിലൂടെ. ചൽത്തി ഫിർത്തി, ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന. ഘോൻ കി
പ്യാരി പ്യാരി ബൂന്തി, രക്തത്തുള്ളികൾ പോലെ. നമ്മുടെ കയ്യിൽ നിന്ന് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി ബ്ലഡ് കിട്ടിയെന്ന് വിചാരിക്കുക, അത് നമ്മൾ ഒറ്റ കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ ആ ബ്ലഡ്. അപ്പൊ അതിന് കൈയും കാലം വെച്ച് അത് നടന്നു പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെയാണ് ലേഖകൻ ഇതിനെ കാണുന്നത്. ഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഈ രക്തത്തുള്ളികളോടാണ് ആരെ ഉപമിച്ചിരിക്കുന്നത്? ഈ ബീർബഹുട്ടിയെ ഉപമിച്ചിരിക്കുന്നത്. ചൾത്തി ഫുർത്തി ഘൂൻ കി പ്യാരി പ്യാരി ബൂന്തി, ആര് കണ്ടാലും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ബ്ലഡ് രക്തത്തുള്ളികളെ പോലെ തോന്നിച്ചിരുന്നു. ഉൻകെ ബസ്തി, പിന്നെ ഈ കുട്ടികളുടെ, ഉൻകെ അവരുടെ, ആരുടെയാണ്? ഈ കുട്ടികളുടെ. ബസ്തേ, ബസ്ത മീൻസ് ബാഗാണ്, അവർ പുറത്തെങ്ങനെ ബാഗ് ഇട്ടിരിക്കുന്നത്. ഉൻകെ ബസ്തേ, അവരുടെ ബാഗുകള്. ഉൻകി പീട്ട് പർ ലതേ ഹോത്തി, അവരവരുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അതങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് തൂക്കിയിട്ടിട്ട് പെറുക്കുന്ന സമയത്ത് കന്തോം പാറ്റങ്കേ ഹോത്തേ, കന്ത മീൻസ് ഷോൾഡർ ആണ്, ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ടങ്ക മീൻസ് ഹാങ്ങിങ്, തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഷോൾഡറിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. വേ, അവർ ഏക് ദൂസരേക്ക്, ഒരാള് മറ്റേയാളുടെ, ബഹുത്ത് നസ്ദീക് രഹ്കർ, എങ്ങനെയാ അവർ പെറുക്കുന്നത്? ഒരാള് മറ്റേയാളുടെ വളരെ അടുത്തിരുന്നിട്ട്. ബഹുത്ത് നസ്ദീക് രഹ്കർ, വാട്ട് ഇസ് ദ മീനിങ് നസ്ദീക്? പാസ്, വളരെ അടുത്തിരുന്നിട്ട്. ബൽക്കി കഹ്നാ ചാഹിയെ, ശരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ഇങ്ങനെ പറയണം. ബൽക്കി കഹ്നാ ചാഹിയെ, അടുത്തെന്നല്ല, പകരം ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? ബിൽക്കുൽ സട്ട് കർ ബീർബഹുട്ടി ആംഖോസ് ചെയ്ത്, ശരിക്കും ഇങ്ങനെ ചേർന്നിരുന്നിട്ട്, ജോയിന്റ് ആയിട്ട്, ഒത്തുചേർന്നിട്ട്, മുട്ട ഇരുമി ഇരുന്നിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? ഈ ബീർബഹുട്ടി പെറുക്കിക്കൊണ്ടിരുന്നത്. और उन्हें देखने के लिए, അവയെ പെറുക്കുന്നതിന് വേണ്ടി, ആരെ കാണുന്നതിന് വേണ്ടിയാണ്? ഈ ബീർബഹുട്ടി അന്വേഷിക്കുന്നതിന് വേണ്ടി. വേ, അവർ, ആ രണ്ട് കുട്ടികള്, ബാരിഷ് കി ഗന്ധ ഭരി ഭൂരി ജമീൻ പർ, മഴ പെയ്ത് ആ സ്മെല്ല് നിറഞ്ഞു നിൽക്കുന്ന, ആ മഴയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, ബാരിഷ് കി ഗന്ധ, മഴയുടെ സ്മെല്ല്, ഭരി ഭൂരി ജമീൻ പർ, നിറഞ്ഞു നിൽക്കുന്ന ആ ഭൂമിയില്, ബാജായ കർത്തേതേ, അങ്ങനെ അവിടെ ഇരുന്ന് അവർ ഈ ബീർബഹുട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. Then देखो second pair also finish. बेला देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है. देखो बेला, देखो, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पाली घंटी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. बेला, നോക്കൂ बेला, देखो इस ബീർബഹൂട്ടി का रंग, ഈ ബീർബഹൂട്ടിയുടെ നിറം. ബേല എന്നാരെയാ സംബോധന ചെയ്യുന്ന? രണ്ട് കുട്ടികൾ പറഞ്ഞില്ലേ, അതിൽ ഒരാളുടെ പേര് എന്താണ്? ബേല എന്നാണ്. ബേല ദേഖോ, ബേല നോക്കൂ, ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം. വാട്ട് ഇസ് ദ മീനിങ്? രംഗ്, കളർ. ഈ ബീർബഹൂട്ടിയുടെ നിറം. തുമാരെ, നിന്റെ, റിബൺ കെ ജൈസാ ലാൽ ഹേ, റിബൺ പോലെ ഏത് കളറാണ്? റെഡ് കളറാണല്ലോ. സാഹിലിനെ കഹ, ആരാ ഇത് പറഞ്ഞത്? സാഹിൽ. ബെലയുടെ കൂട്ടുകാരൻ ആരാണെന്ന് അർത്ഥം? സാഹിലാണ്. അപ്പൊ രണ്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതിനകത്ത് വന്ന്? ബെല ഔർ സാഹിൽ. സാഹിൽ പറയാണ്, ബെല देखो इस ബീർബഹൂട്ടി का रंग तुम्हारे रिबन का जैसा लाल है. നോക്കൂ ബെല, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവന്നിരിക്കുന്നല്ലോ. സാഹിലിനെ കഹ, ആരാ ഇത് പറഞ്ഞത്? സാഹിലാണ് പറഞ്ഞത്. എന്നാൽ ബേല ആകട്ടെ ഇത് കേട്ട ഭാവം പോലും വെച്ചില്ല. അവള് വീണ്ടും എന്ത് ചെയ്യുകയാണ്? ബീർബഹൂട്ടി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുമ്നേക്കു സുനാ ബേല, സാഹിൽ വീണ്ടും ചോദിച്ചു. ഏ ബേല, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? തുമ്നേക്കു സുനാ ബേല, നീ വല്ലതും കേൾക്കുന്നുണ്ടോ ബേല? ഹാ സുന, ഓ ഞാൻ കേട്ടു. പാലി ഘണ്ടിയിലേക്ക് ഫസ്റ്റ് ബെൽ അടിച്ച കാര്യമല്ലേന്ന്. അപ്പൊ ബേലയുടെ മനസ്സില് അപ്പോൾ എവിടെയായിരുന്നു? സ്കൂളിലെത്തണം, ഫസ്റ്റ് ബെല്ലാണ് അവൾ അടിച്ചത് കേട്ടത്, അല്ലാതെ ആരുടെ സംസാരമല്ല, സാഹിലിന്റെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് സാഹിലിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പകരം അവൾ എന്തു പറഞ്ഞു? ഹാം സുന, യെസ് ഞാൻ കേട്ടിട്ടുണ്ട്. പെഹലി ഘണ്ടി ലഗി ഹെ, ഫസ്റ്റ് ബെൽ അടിച്ചതല്ലേ? പെഹലി ഘണ്ടി, ഫസ്റ്റ് ബെൽ അടിച്ചു എന്നല്ലേ? ഉടനെ ഫസ്റ്റ് ബെൽ അടിച്ചു അല്ലെങ്കിൽ ഹാം സുന പാലി ഘണ്ടി ലഗി ഹെ, ആ കേട്ടു, ഫസ്റ്റ് ബെൽ അടിച്ചു എന്നുള്ളതല്ലേ? ലേക്കിൻ മുझे പെൻ മേം സ്യാഹി ബി ഭർവാനി ഹെ. പക്ഷെ അപ്പോഴാണ് സാഹിലിനൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ? ബെല്ലടിച്ചു എന്ന് ബേല ഓർമ്മപ്പെടുത്തിയപ്പോഴ് സ്കൂളില് പോകണമെങ്കിൽ പേനയില് മഷി വേണം.
അവൻ്റെ പേനയിൽ ഇന്നത്തെ കാലത്തെ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയല്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അത് പ്രകൃതിക്ക് നാശം വരുത്തുന്ന തരത്തിലുള്ളതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതേപോലെ ആയിരുന്നില്ല ഇവരുടെ കാലത്തുണ്ടായിരുന്ന പേനയിൽ. മഷി തീർന്നു കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് 5 പൈസയ്ക്കോ 10 പൈസയ്ക്കോ മഷി നിറച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് 2-3 ദിവസം ഉപയോഗിക്കാം. അങ്ങനെയുള്ള പേനയാണ്. അപ്പം അതുകൊണ്ട് സാഹിലിന് സ്കൂളിൽ പോകാൻ ബെല്ലടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ പേനയിലെ മഷി തീർന്ന കാര്യം ഓർമ്മ വന്നത്. ഉടനെ അവൻ പറഞ്ഞു, ലേക്കിൻ പക്ഷേ മുझे पेन में स्याही भी भरवानी है. मुझे എനിക്ക് പെൻമേ സ്യാഹി ബി ബർവാനി ഹെ, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണമല്ലോ. സ്യാഹി പെൻ മഷിയാണ്. സ്യാഹി ബി ബർവാനി ഹെ, ഇങ്ക് പേനയിൽ എനിക്ക് മഷി നിറയ്ക്കണമല്ലോ. ബർവാനി മീൻസ് നിറയ്ക്കുക, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. ദുകാൻ സെ, ഇവിടെ നിന്നാണ് കടയിൽ നിന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി കടയിലേക്ക് പോവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരാം. 1981 का साल 1981. 1981 का साल 1981 ആണ് കാലഘട്ടം. രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്ദീക്, ജയ്പൂരിന് നസ്ദീക്, നസ്ദീക് മീൻസ് നിയർ, അടുത്തുള്ള, ജയ്പൂർ കെ നസ്ദീക്, ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡിയും ഔർ മാൽ ഗാഡിയും സേ സദാബരാ, സവാരി ഗാഡിയും യാത്രക്കാരെ കൊണ്ടുവരുന്ന വണ്ടികളും അതുപോലെ മാൽഗാഡിയും സേ, മാൽഗാഡി ഗുഡ്സ് സാധനങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികളും കൊണ്ട് സദാഭര എപ്പോഴും നിറഞ്ഞു കാണപ്പെടുന്ന ഫുലേര ജംഗ്ഷൻ, ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷന്റെ പേരെന്താണ്? ഫുലേര ജംഗ്ഷൻ. അവിടെയാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ എവിടെയാണ് സംഭവം നടക്കുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേര എന്നു പേരായ ജംഗ്ഷനില് കസ്ബേക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയാം, അവിടെ എല്ലായിടത്തും ശൂന്യമായ രീതിയിൽ കാണപ്പെടുന്ന തങ്ക് ഗലിയാം, നാരോ സ്ട്രീറ്റ് ആണ്. തങ്ക് ഗലി എന്ന് പറഞ്ഞാൽ നാരോ സ്ട്രീറ്റ്, ഇടുങ്ങിയ തെരുവുകളാണ് അവിടെ എല്ലാം കാണപ്പെടുന്നത്. ഗലിയോമേ ഖാമോഷ് ഗഡെ, ഈ തെരുവുകളില് ഖാമോഷ് ഗഡെ, ഖാമോസ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് ഒരു ശബ്ദവും ഇല്ലാതെ ഖാമോഷ് ഗഡെ സൈലന്റ് ആയി നിൽക്കുന്ന ബിജലി കെ ഗംബെ, ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ സൈലന്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ ഇവിടെ ലേഖകൻ പറയുന്നത് യാതൊരു ശബ്ദവുമില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെ വർണ്ണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കസ്ബേക്ക് സൂനി ലഗ്ബഗ് സൂനി തങ്ക് ഗലിയ, അവിടെയുള്ള ആ നാരോ സ്ട്രീറ്റിൽ ഇടുങ്ങിയ തെരുവുകളിലെങ്ങും ഖാമോഷ് ഘടെ സൈലന്റ് ആയി നിൽക്കുന്ന ബിജലി കെ ഗംബെ ഇലക്ട്രിക് പോസ്റ്റുകൾ. എന്താ ബിജലി കെ ഗംബെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റുകൾ കാണപ്പെടുന്നു. ഗംബെ കെ ബീച്ച്, ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയ്ക്ക് എവിടെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ കുറെ അപ്പുറത്തൊരു പോസ്റ്റ് ഉണ്ടായിരിക്കാം. ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഇടയിൽ അവയെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഗിഞ്ചി താരോങ്കി കതാരെ, ഗിഞ്ചി എന്ന് പറഞ്ഞ ടൈഡ്, അവയെ ഇങ്ങനെ കെട്ടുകയാണ്. അവയെ കെട്ടി ടു ബി ടൈറ്റൻഡ് എന്ന് പറയും. അവയെ കെട്ടിയിരിക്കുന്ന താരോങ്കി കതാരയും എന്ത് കാണപ്പെടുന്നുണ്ട്? അതിന്റെ ലൈൻസ്, കമ്പി ലൈനില്ല, അത് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വലിച്ചിരിക്കുന്ന കമ്പിയും കാണാം. താരോങ്കി കതാരയും കമ്പിയുടെ ലൈനുകൾ. ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ ജഹാം തഹാം, ജഹാം തഹാം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദിഖായിപ്പെടുത്തേ എന്ത് കാണപ്പെടുന്നുണ്ട്? മീട്ടി ഘണ്ടിയാം ബജാത്തെ, നല്ല മീട്ടി ഘണ്ടിയാം, നല്ല സ്വീറ്റ് സൗണ്ടാണ്. മീട്ടി ഘണ്ടി എന്നുള്ളതാ സ്വീറ്റ് ബെൽ എന്ന് പറയാം. നല്ല മാധുര്യമൂറുന്ന സ്ഥലത്തിലുള്ള സൗണ്ടുമായിട്ട് ഒരു ബെല്ലടിച്ചുകൊണ്ട് നമ്മൾ പറയില്ലേ പഞ്ഞിമിഠായും ഐസ്ക്രീം ഒക്കെ പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ശബ്ദത്തോടു കൂടി. അതിനെയാണ് മീട്ടി ഘണ്ടിയാം. അപ്പൊ ഇത് കൊണ്ടുപോകുന്ന ആളുകൾ മുഴക്കുന്ന ഒരു മണിയൊച്ചയാണ് മീട്ടി ഘണ്ടിയാം. മാധുര്യമൂറുന്ന ബെൽ ശബ്ദത്തോടു കൂടി ബെല്ല് അടിച്ചുകൊണ്ട്, ബജാന എന്ന് പറഞ്ഞാൽ മുഴക്കുക, ആ ബെല്ല് മുഴക്കിക്കൊണ്ട് ഫേരിവാലെ, ഫേരിവാല സ്ട്രീറ്റ് സെല്ലേഴ്സ്, ആ സ്ട്രീറ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ തെരുവ് കച്ചവടക്കാർ. ആ തെരുവ് കച്ചവടക്കാർ വണ്ടി ഇങ്ങനെ ഒന്തി പോകുമ്പോൾ അവരാളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ബെല്ല് ഇങ്ങനെ മുഴക്കുന്നുണ്ട്. ആ മാധുര്യമൂറുന്ന ബെല്ലിന്റെ ശബ്ദം അവിടെയൊന്നും കേൾക്കുന്നുണ്ട്. ഏക്ക് അന്ധേരി സീ ഗലീമേ, ഒരു ഇരുട്ട് നിറഞ്ഞ തെരുവില്, അന്ധേരി ഡാർക്ക്നെസ് ഉള്ള ആ തെരുവില് 6-7 6-7 ഗധോം കി ഗുരോം കി ടാപ്പോം കി ആവാസിം, ഒരു 6-7 കഴുതകളുമായിട്ട് ഗധോം കി, ഗധ എന്ന് പറഞ്ഞാല് ഡോങ്കീസ് ആണ്, കഴുതകളുമായി
ഖുരോം കി ടാപ്പോം കി ആവാസ്. ഒരുമിച്ച് 5-6 കഴുതകൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ കുളമ്പടി ശബ്ദമാണ്. ഖുരോം കി ടാപ്പോം കി ആവാസ്. ഖുരോം കി ടാപ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പടി ശബ്ദം. കഴുതകളുടെ കാലിൻ്റെ അടിയിൽ ആ നടക്കുമ്പോഴുണ്ടാകുന്ന ആ സൗണ്ട്, ആവാസ്, അത് കേൾക്കുന്നുണ്ട്. അപ്പം ഈ കഴുതപ്പുറത്താണ് ആളുകൾ കച്ചവട സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നിച്ച് 5-6 കഴുതകൾ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ആ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. താപ്പോം കി ആവാസേം, അതിന് ശബ്ദം കേൾക്കുന്നു. ഉൻകെ പീച്ചെ, അവയ്ക്ക് പിറകിലായിട്ട്. ഉൻകെ പീച്ചെ അവയ്ക്ക് പിറകിലായിട്ട്. ചൽത്ത ഏക് ബദൻ ഉഘാടെ കുംഹാർ, അവയ്ക്ക് പിറകിലായിട്ട് ഒരു ബദൻ ഉഘാടെ, അരോഗദൃഢഗാത്രനായ ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അരോഗദൃഢഗാത്രനായ ആരോഗ്യം, നല്ല ആരോഗ്യമുള്ള ഉറച്ച ശരീരത്തോടു കൂടിയ ഏക് കുംഹാർ. എന്താ കുംഹാർ എന്ന് പറഞ്ഞാല് ഒരു മൺപാത്ര നിർമ്മാണക്കാരൻ, പോട്ട് മേക്കർ എന്ന് പറയാം. ഏക് ബദൻ ഉഘാടെ എന്താ? അർദ്ധനഗ്നനായ പാതി വസ്ത്രം ധരിച്ചിരിക്കുന്ന ആരോഗ്യദൃഢഗാത്രനായ ഒരു കുംഹാർ എന്ന് പറഞ്ഞാൽ ഒരു പോട്ട് മേക്കർ. അയാൾ വരിക. അതിന്റെ പിറകില് ഉൻകെ പീച്ചെ, അവരുടെ പിറകിലായിട്ടാണ്, ഈ കഴുതകളുടെയൊക്കെ പിറകിലായിട്ട് ഏക് ബദൻ ഉഘാടെ, അർദ്ധനഗ്നനായ ആരോഗ്യദൃഢഗാത്രനായ ഒരു വ്യക്തി, കുംഹാർ, ഒരു പോട്ട് മേക്കർ വരുന്നുണ്ട്. ഇസി ദൃശ്യ കെ ബീച്ച് മീൻ, ഈ ദൃശ്യത്തിന് ഇടയില് ഗുസാർത്തെ ഹുയെ ദോ സ്കൂളി ബച്ച്, ഇതാണ് ലേഖകൻ അവിടെ കാണിക്കുന്ന ദൃശ്യം. അതിനിടയിലൂടെ 2 കുട്ടികൾ അങ്ങനെ പോവാണ്. ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചേ, അതിലൂടെ കടന്നു പോകുന്ന, ഗുസർന അതിലൂടെ നടന്നു പോകുന്ന, ദോ ബച്ചേ 2 കുട്ടികൾ. ആരായിരിക്കും ഈ കുട്ടികള്? ബെല और സാഹിൽ. യെസ്, ആരൊക്കെയാണ്? ബെല और സാഹിൽ. ആ 2 കുട്ടികൾ ആരൊക്കെയാണ്? ബെല और സാഹിൽ. ഇവർ 2 പേരും അതിലൂടെ അങ്ങ് കടന്നു. എന്തിനാണ് അവർ ആ തെരുവിലേക്ക്, എവിടേക്ക് വന്നത്? ഫുലേര ജംഗ്ഷനിലേക്ക് എന്തിനാ വന്നത്? യെസ്, മഷി നിറയ്ക്കുന്നതിന് വേണ്ടി. ആരുടെ പേനയില്? സാഹിലിന്റെ പേനയില് മഷി നിറയ്ക്കുന്നതിന് വേണ്ടി കടയിൽ നിന്ന് മഷി വാങ്ങിക്കാൻ വേണ്ടി വരിക. 2 പേരും കൂടി അങ്ങോട്ട് വന്നു. ഒന്നിനും ആ കാലഘട്ടങ്ങളില് പെൻമേയും 5 പൈസയുമേ, മിസ് നേരത്തെ പറഞ്ഞില്ലേ 5 പൈസയിലെ പേന. ഇന്നത്തെ കാലത്തെ പോലെയല്ല, പണ്ട് 5 പൈസക്ക് പെൻമേയും 5 പൈസേ, പേനയില് 5 പൈസക്ക് നീലി സ്യാഹി, നല്ല നീല കളറുള്ള മഷിക്കുപ്പി ഉണ്ടായിരിക്കും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാശ് കൊടുത്തില്ലെങ്കിൽ മഷിക്കുപ്പി നിറച്ചത് മഷി നമുക്ക് തരും. പിന്നെ വീട്ടിൽ നിന്ന് ആവശ്യമുള്ളതിനനുസരിച്ച് നിറയ്ക്കാം. അപ്പൊ സാധാരണക്കാരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കില്ല. അവരെന്താ ചെയ്യുന്നത്? ദിവസം കടയിൽ പോയിട്ട് 5 പൈസയ്ക്ക് 10 പൈസയ്ക്കൊക്കെ മഷി നിറച്ചിട്ട് പോവാണ്. അപ്പൊ 5 പൈസമേ നീലി സ്യാഹി ഭരി ജാതി, 5 പൈസയ്ക്ക് നീലമഷി നിറയ്ക്കുകയാണ്. സ്റ്റേഷനറി की दुकान वाले ड्राम्बर से पेन में स्याही भरते थे. സ്റ്റേഷനറി കടയിൽ നിന്നാണ് ഡ്രാമ്പർ ഉപയോഗിച്ച് ഇതിലേക്ക് മഷി നിറയ്ക്കുന്നത്. അങ്ങനെ ആ സ്റ്റേഷനറി കടയിൽ കൊണ്ടുകൊടുത്താൽ 5 പൈസയ്ക്ക് മഷി നിറച്ച് കിട്ടും. ഇത്രയാണ് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. ഇനി എല്ലാ ക്വസ്റ്റ്യൻസും, ഇതിനകത്ത് നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുകയും അതോടൊപ്പം അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ നോട്ട് പഠിക്കുക. പിന്നെ പട്കഥയൊക്കെ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ധന്യവാദം.